നമ്മുടെ നാട്ടിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് പോകാൻ കഴിയില്ല. ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയുന്നില്ല പലർക്കും. അതിനു വേണ്ടിയിട്ട് പിന്നെ ഒരു ട്രെയിനിങ് പലർക്കും ആവശ്യമായി വരുന്നു. പലരും പല സ്ഥലത്തും പോയിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ വിദേശത്തൊന്നും അങ്ങനെയല്ല. ഞാൻ ഖത്തറിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ഒരു ഓർമ്മ എനിക്കുണ്ട്. അതിന്റെ നെക്സ്റ്റ് ഡേ തന്നെ, അതായത് ലൈസൻസ് കിട്ടിയതിന്റെ നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ വണ്ടി എടുത്ത് പോയി. അത്രക്ക് കോൺഫിഡൻസ് ആണ് അവിടുത്തെ ക്ലാസ് തരുന്നത്. നമ്മുടെ നാട്ടില് ലൈസൻസ് എടുത്തിട്ടും ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എന്റെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്ന പ്രോഗ്രാം. അത് ഏത് ഏജിലുള്ള ആളുകൾക്കും പങ്കെടുക്കാം. ഒരു പ്രശ്നമേ അല്ല ഏജ്. പിന്നെ പുതുതായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾക്കും എന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാം. അങ്ങനെ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും. വെറുതെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമല്ലല്ലോ നിങ്ങളുടെ ഉദ്ദേശം. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാറ് ഡ്രൈവ് ചെയ്യാൻ പറ്റണ്ടേ? അങ്ങനെ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പം ലൈസൻസ് കിട്ടിയ ഉടനെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ്. കുറെ കുഞ്ഞു കുഞ്ഞു ട്രിക്കുകൾ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഈ ട്രെയിനിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അത് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് പേടിയില്ലാതെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്റെ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് ഒരുപാട് ടിപ്സുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. എന്നാലും പ്രാക്ടിക്കലി ഡയറക്റ്റ് പറഞ്ഞു തരുന്ന സമയത്ത് ഡിഫറൻസ് ഉണ്ടാവും. കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് പറയാൻ പോകുന്നത് വളരെ സിമ്പിളായ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് യാതൊരു മടിയും വേണ്ട. വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇത് പഠിച്ചെടുക്കാൻ പറ്റും. അതിന് പ്രത്യേകമായിട്ടുള്ള സ്കില്ലുകളൊന്നും ആവശ്യമില്ല. കുഞ്ഞു കുഞ്ഞു ട്രിക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി ഞാൻ പല വീഡിയോസിലും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എ പില്ലർ, ബി പില്ലർ, സി പില്ലർ എന്ന വാക്ക്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഞാൻ പറയാറുണ്ട്, സാധാരണ എവിടെന്നെങ്കിലും തിരിക്കുന്ന സമയത്ത് ബി പില്ലർ കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിക്കണം, അല്ലെങ്കിൽ ബി പില്ലർ എത്തിയിട്ട് തിരിക്കണം. എന്താണ് ഇങ്ങനെ പറയുന്നതിന്റെ ഒരു അടിസ്ഥാനം? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? പലരും ഈ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ബൈഹാർട്ട് ചെയ്യുന്നത് പതിവുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യണ്ട. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് അത് പറയുന്നതെന്ന്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഒരിക്കലും മറന്നു പോവില്ല. അല്ലാണ്ട് ബൈഹാർട്ട് ആക്കി കഴിഞ്ഞാൽ പലപ്പോഴും ഇത് മറന്നു പോകും. ഞാനത് സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ് ആ ബി പില്ലറിന്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് ബി പില്ലർ കഴിഞ്ഞ ഉടനെ തിരിക്കണം, അല്ലെങ്കിൽ ബി പില്ലർ എത്തുമ്പോൾ തിരിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കൂ. ഇതാ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ എ പില്ലർ നിങ്ങൾക്ക് കാണാം. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബി പില്ലർ കാണാം. അതിന് തൊട്ടിപ്പുറം സി പില്ലർ ഉണ്ട്. എന്താണ് ഈ ബി പില്ലറിന്റെ പ്രത്യേകത? ബി പില്ലർ എന്ന് പറയുന്ന ഭാഗം ഏകദേശം വണ്ടിയുടെ പകുതി ഭാഗമാണ്. അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഏകദേശം പകുതിയാണ്. അപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡിവൈഡറിൽ നിന്ന് യു ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ബി പില്ലർ കഴിഞ്ഞിട്ട് വേണം തിരിക്കാൻ. അതായത് ഡിവൈഡറിൻ്റെ എൻഡ് ബി പില്ലർ കഴിഞ്ഞതിന് ശേഷം തിരിക്കണം. അങ്ങനെ തിരിച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നം? അങ്ങനെ തിരിച്ചില്ലെങ്കിൽ വണ്ടിയുടെ ബാക്ക് ഡോറിൻ്റെ ഭാഗം ഈ ഡിവൈഡറിന് ഉരസാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ബാക്ക് ഡോറ് കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗം, അല്ലെങ്കിൽ ബാക്ക് ടയർ, അതായത് റൈറ്റിലേക്കാണ് നിങ്ങൾ യു ടേൺ എടുക്കുന്നതെങ്കിൽ ബാക്ക് റൈറ്റ് ടയർ ചിലപ്പോൾ ഡിവൈഡറിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഗേറ്റിലൂടെയാണ് നിങ്ങൾ ഇതേപോലെ എടുക്കുന്ന സമയത്ത് ഈ ബി പില്ലർ ശ്രദ്ധിക്കാണ്ടാണ് പെട്ടെന്ന് തിരിച്ചു കഴിഞ്ഞാൽ, ബി പില്ലർ എത്തുന്നതിന് മുന്നേ തിരിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ബാക്ക് ഡോറിൻ്റെ ഭാഗം ഗേറ്റിൽ ഉരസാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടാവും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ് പല കാര്യങ്ങളും, പക്ഷെ മനസ്സിലാവണം. മനസ്സിലായി കഴിഞ്ഞാൽ വളരെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ പ്രയോഗത്തിൽ വരുത്താൻ കഴിയും. വളരെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാനും കഴിയും ഒറ്റയ്ക്ക്. അപ്പോൾ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. വീണ്ടും മറ്റൊരു വ്ലോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.